ഈ തീക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കത്തിക്കുന്നതോറും ചൂട് കൂടിക്കൂടി വരും, അത് നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാലം കത്തിച്ച തീക്കുണ്ടായത്തിലേക്കാണ് ഇബ്രാഹിം നബിയെ അന്നത്തെ രാജാവായ നമ്രൂദ് അടക്കമുള്ള ആളുകൾ വലിച്ചിടുന്നത്. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ വിശ്വാസത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ആരാധിക്കുന്ന ബിംബങ്ങളല്ല യഥാർത്ഥ ദൈവങ്ങൾ, മറിച്ച് അള്ളയാണ്, ഒരുവനാണ് യഥാർത്ഥ ദൈവം എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അന്നുണ്ടായത്. ഇത് സ്വാഭാവികമായും അവരുടെ പിതാക്കന്മാർ തുടങ്ങിയ ആളുകൾ സ്ഥിരമായി ചെയ്തു വന്നിരുന്ന കാര്യമാണ് ഈ ആരാധന. അത് മുടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയെ നശിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടി തുനിയുകയും ചെയ്തു. ഈ കുണ്ടിന്റെ എത്രയോ മുകൾ ഭാഗത്ത് നിന്ന് പറന്നു പോകുന്ന പക്ഷി പോലും അതിന്റെ ചൂട് കൊണ്ട് കരിഞ്ഞ് തീയിലേക്ക് വീഴായിരുന്നു. അത്രത്തോളം ചൂടേറിയ കുണ്ട്. ആ തീയിലേക്ക് വലിച്ചിടുന്ന സമയത്ത് ഇബ്രാഹിം നബിക്ക് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. ഈ തീയെ പഠിച്ചത് എന്റെ റബ്ബ്, എന്നെ പഠിച്ചത് എന്റെ റബ്ബ്. ഈ കാണുന്ന മുഴുവൻ മനുഷ്യന്മാരെയും, സർവ്വചരാചരങ്ങളെയും, പർവ്വതങ്ങളെയും എല്ലാത്തിനെയും പഠിച്ചത് എന്റെ റബ്ബാണ്. ഞാനിവിടെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ വിശ്വാസത്തെയാണ്, എന്റെ റബ്ബിന്റെ വിശ്വാസത്തെയാണ്. പിന്നെ ഞാനെന്തിനു ഭയക്കണം എന്ന ഒരൊറ്റ വിശ്വാസം കൊണ്ട് ഇബ്രാഹിം നബിയെ അവർ തീയിട്ടു. അള്ളാഹു താല തീയോട് പറഞ്ഞു, ഞാൻ ആറുക്കൂനി ബർദം വസ്സലാം എന്ന ഇബ്രാഹിം. തീയെ, നീ എന്റെ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകണം. വെറും തണുപ്പ് മാത്രമല്ല, തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് പ്രശ്നമാണ്. നീ തണുപ്പും രക്ഷയുമാകണം. അങ്ങനെ തീ ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയുമായി. ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇട്ടു. ഇബ്രാഹിം നബി ആ തീ കാരണം, അതിന്റെ ചൂട് കാരണം കത്തിക്കരിഞ്ഞിട്ടില്ല എന്നല്ല, ഒരു രോമത്തിന് പോലും പോറലേറ്റിട്ടില്ല. അതായിരുന്നു വിശ്വാസം. നമുക്കില്ലാതെ പോയത് ഈ വിശ്വാസമാണ്. ഏത് വിഷയങ്ങളിലും എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല, അള്ളാഹുവിനോട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നില്ല. എന്റെ കാര്യങ്ങളെല്ലാം ഇതുവരെ നടത്തി തന്നതും ഇനി നടത്തി തരാനുള്ളതും അള്ളയാണെന്നുള്ള ചിന്ത നമുക്കില്ല. തവക്കുലുണ്ടാകണം, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കണം. നബി തങ്ങളുടെ ഹദീസിലൂടെ പറയുന്നുണ്ട്, ലൗ അന്നക്കും തതവക്കലൂന ഹഖ തവക്കുലിഹി, നിങ്ങളെങ്ങാനും യഥാർത്ഥമായി അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പരമേൽപ്പിക്കുകയായിരുന്നെങ്കിൽ ലറസഖക്കും കമാ യർസുഖു തൈറ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു റിസ്ഖ് നൽകുമായിരുന്നു. ഭക്ഷണം മാത്രമല്ല, മറ്റെല്ലാ ആവശ്യ വസ്തുക്കളും. എന്താ? തഖദു ഖിമാസൻ വതറുഹു ബിതാന, ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് രാവിലെ പക്ഷികൾ പുറത്തിറങ്ങുന്നു. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ നിറഞ്ഞ വയറുമായി കൂട്ടിലേക്ക് തിരിച്ചു കയറും. അവർ തലേ ദിവസം എഴുതി വെക്കുന്നില്ല, എന്റെ രാവിലത്തെ ഭക്ഷണം ഇന്ന വീട്ടിലാണ്, ഉച്ചഭക്ഷണം ഇന്ന വീട്ടിലാണ് എന്നൊന്നും അവർ കരുതി വെക്കുന്നില്ല. രാവിലെ ഒട്ടിയ വയറുമായി വിശ്വാസത്തോടുകൂടെ അവർ ഇറങ്ങിപ്പോകുന്നു. അള്ളാഹ് അവർക്ക് റിസ്ക് നൽകുന്നു. ഈ ഒരു വിശ്വാസമാണ് യഥാർത്ഥമായി നമുക്ക് വേണ്ടത്.